ഈ വീഡിയോയിൽ നമ്മൾ ന്യൂ നമ്പേഴ്സിന്റെ പാർട്ട് 1 ആണ് പഠിക്കാൻ പോകുന്നത്. ഇതിൽ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വി ഹാവ് സീൻ ഇൻ ക്ലാസ് 8 ദാറ്റ് എനി ഓഡ് നമ്പർ ഗ്രേറ്റർ ദാൻ 1. ഓഡ് നമ്പർ എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയാണ്. അതായത് 1, 3, 5, 7, 9, 11 അതാണ് ഒറ്റ സംഖ്യ എന്ന് പറയുന്നത്. ക്യാൻ ബി റിട്ടൺ ആസ് ദ ഡിഫറൻസ് ഓഫ് 2 പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ ഏതെങ്കിലും ഓഡ് നമ്പർ രണ്ട് നമ്പേഴ്സ്, അതായത് പെർഫെക്റ്റ് സ്ക്വയർ ആയ രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൈനസ് ചെയ്ത് കിട്ടുന്നതായിരിക്കും ഈ ഓഡ് നമ്പർ എന്ന് പറയുന്നത്. യൂസ് ദിസ് ടു ഡ്രോ സ്ക്വയേഴ്സ് ഓഫ് ഏരിയ 7 സ്ക്വയർ സെന്റിമീറ്റർ ആൻഡ് 11 സ്ക്വയർ സെന്റിമീറ്റർ. വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ദീസ് സ്ക്വയേഴ്സ്? ഓക്കെ, ഏരിയ രണ്ട് ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. ഒന്ന് 7ഉം തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഏരിയ 11 സ്ക്വയർ സെന്റിമീറ്ററും തന്നിട്ടുണ്ട്. ഇത് രണ്ടും ഓഡ് നമ്പറാണ് നമുക്കറിയാം. അപ്പോൾ ഏതെങ്കിലും രണ്ട് നമ്പർ സ്ക്വയർ ചെയ്തിട്ട് അവ മൈനസ് ചെയ്യുമ്പോൾ അവ തമ്മിലുള്ള ഡിഫറൻസിലാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു ഫോർമാറ്റ് പഠിക്കാം. 2x + 1 ഈസ് ഈക്വൽ ടു x + 1 ഹോൾ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഈ ഒരു ഫോർമാറ്റ് പഠിച്ചാലാണ് ആ നമ്പർ ഏതാണെന്ന് കിട്ടുള്ളൂ. ഇപ്പോൾ 7 ആണെന്ന് വിചാരിക്കും. 7 ചെയ്യുമ്പോൾ നമുക്ക് 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. കണ്ട, ഈ രണ്ട് നമ്പറും പെർഫെക്റ്റ് സ്ക്വയർ ആയ നമ്പർ സ്ക്വയർ ചെയ്ത് മൈനസ് ചെയ്യുന്നതാണ് 7 എന്ന് പറയുന്നത്. അതായത് 4 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 16 ആണ്. 16 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 ഈസ് ഈക്വൽ ടു 7. അപ്പോൾ ഈ 4ഉം 3യും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷനാണ് ഈ ഒരു ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ കാണാണ്ട് പഠിച്ചു വെച്ചോ. അപ്പോൾ നമുക്ക് ഏത് ഏരിയ തന്നാലും ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ 2x + 1 ഈസ് ഈക്വൽ ടു ഫസ്റ്റത്തെ സ്ക്വയർ സെൻറ്റിമീറ്റർ 7 ആണെങ്കിൽ 2x + 1 ഈസ് ഈക്വൽ ടു 7. ഇതിൽ ഇക്വേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഇതിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഈക്വൽ ടു 7 ആയിട്ട് ഇക്വേറ്റ് ചെയ്തത്. 2x എന്ന് പറയുന്നത് 7 - 1, 1ന് ഇപ്പുറത്തേക്ക് കൊണ്ടു. 2x എന്ന് പറയുന്നത് 6 ആണ്. x ഈസ് ഈക്വൽ ടു 6/2, അതായത് 3 എന്ന് കിട്ടും. x 3 ആണെന്ന് കിട്ടി. ഇനി x 3 ആണെങ്കിൽ അടുത്ത 2x + 1 7 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ x 3 എന്ന് കണ്ടുപിടിച്ചത്. ഇനി ഇതിൽ നമ്മൾ 3യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതായത് x ഇവിടെയാണല്ലോ. അപ്പോൾ x + 1 എന്ന് പറയുമ്പോൾ 3 + 1 ഹോൾ സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. 3 + 1 എന്ന് പറയുന്നത് 4 സ്ക്വയർ ആണ്. 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ, അതായത് 16 - 9 ഈസ് ഈക്വൽ ടു 7. അപ്പോൾ 4ഉം 3യും വരുമ്പോഴാണ് അവിടെ എന്ത് വന്നിരിക്കുന്നത്? 7 വന്നിരിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റായി. ഈ 4ഉം 3യും എന്ന് പറഞ്ഞ മെഷർമെൻറ്റ് നമ്മൾ കണ്ടുപിടിച്ചത് ഈ സ്ക്വയർ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മെഷർമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് നമ്മൾ 4ഉം 3യും കണ്ടുപിടിച്ചത്. ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് ലെങ്ത് ഓഫ് ദ 1 സൈഡ് ഓഫ് ദ സ്ക്വയർ. ഒരു സ്ക്വയറിൻ്റെ ലെങ്ത് ഓഫ് 1 സൈഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം ഏരിയ ഓഫ് ദ സ്ക്വയർ എന്ന് പറഞ്ഞത് എന്താണ്? സൈഡ് ഇൻറ്റു സൈഡാണ്, അഥവാ സൈഡ് സ്ക്വയറിന് ഇതിലും കുഴപ്പമില്ല. ഏരിയ എന്ന് പറഞ്ഞത് സൈഡ് സ്ക്വയർ. നമ്മൾ 2 × 2 സ്ക്വയർ എന്ന് എഴുതണ പോലെ തന്നെ ഏരിയ എന്ന് പറഞ്ഞ സൈഡ് സ്ക്വയർ. ഏരിയ നമുക്ക് 7 ആണെന്ന് കിട്ടി. അപ്പോൾ 7 ഈസ് ഈക്വൽ ടു സൈഡ് സ്ക്വയർ. സൈഡ് കണ്ടുപിടിക്കാനാണ്, ലെങ്ത് ഓഫ് 1 സൈഡ് കണ്ടുപിടിക്കാനാണ്. ഈ സ്ക്വയർ മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യും? ഈക്വലിൻ്റെ അപ്പുറത്തേക്കുള്ളത് √7 റൂട്ട് ഇട്ട് കൊടുത്താൽ മതി. സ്ക്വയർ കളയാൻ വേണ്ടിയിട്ട് ഈക്വലിൻ്റെ അപ്പുറത്ത് റൂട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സൈഡ് നമുക്ക് √7 എന്ന് കിട്ടും. അപ്പോൾ ഏരിയ ഓഫ് ദ 7 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയറിൻ്റെ ലെങ്ത്ത് എത്രയാണ് കിട്ടിയേക്കുന്നത്? √7. ഇതാണ് ഫസ്റ്റത്തെ ആൻസർ. ഇതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ആൻസർ കണ്ടുപിടിക്കാം. ആദ്യം തന്നെ ഏരിയ എന്ന് പറയുന്നത് 11 സ്ക്വയർ സെൻറ്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടുപിടിച്ചു നമ്മൾ. ഇനി ഏരിയ എന്ന് പറഞ്ഞത് 11 സ്ക്വയർ സെൻറ്റിമീറ്റർ. നമ്മൾ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. 2x + 1 ഈസ് ഈക്വൽ ടു x + 1 ഹോൾ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. 2x + 1 ഈസ് ഈക്വൽ ടു 11. 2x എന്ന് പറഞ്ഞത് 11 - 1 ആണ്. 2x എന്ന് പറഞ്ഞത് 10 ആണ്. ഇനി x എന്ന് പറഞ്ഞത് 10 / 2 ഈസ് ഈക്വൽ ടു 5. x 5 ആണെന്ന് കിട്ടി. ഇനി നമ്മൾ 5ന് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതായത് 5 + 1 ഹോൾ സ്ക്വയർ മൈനസ് 5 സ്ക്വയർ, അതായത് 6 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ. 6 × 6 36 മൈനസ് 25 ദാറ്റ് ഈസ് 11. അപ്പോൾ രണ്ട് നമ്പർ അല്ലെങ്കിൽ ആ രണ്ട് ഡിജിറ്റ് എന്ന് പറയുന്നത് നമുക്ക് വരയ്ക്കാൻ വേണ്ട രണ്ട് കാര്യങ്ങളാണ് 6ഉം 5ഉം. ഇവ തമ്മിൽ മൈനസ് ചെയ്യുമ്പോഴാണ് 11 കിട്ടുന്നത്. അതാണ് ഇവിടെ പറയുന്നത് ക്വസ്റ്റ്യനിൽ. ഡിഫറൻസ് ഓഫ്
2 പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. അവിടെ പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് വരുന്നത് എന്താണ്? 6ഉം 5ഉം. അതായത് 36 മൈനസ് 25 ചെയ്യുമ്പോഴാണ് നമുക്ക് 11 കിട്ടുന്നത്. അപ്പോൾ ഈ രണ്ട് നമ്പർ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ഇക്വേഷനിൽ കൊടുത്തത്. അപ്പോൾ നമുക്ക് ഇവിടെ അറിയാം ഏരിയ ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞത് സൈഡ് സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ ഏരിയ എത്രയാണ്? ഇവിടെ 11 ആണ് തന്നേക്കുന്നത്, സൈഡ് സ്ക്വയർ. സൈഡ് കാണാൻ നമ്മൾ എന്ത് ചെയ്യും? √11. അപ്പോൾ ഫസ്റ്റത്തെ $7 സ്ക്വയർ സെൻറ്റിമീറ്ററിനുള്ള ലെങ്ത് ഓഫ് വൺ സൈഡ് എന്ന് പറയുന്നത് √7 ആണെങ്കിൽ 11 സ്ക്വയർ സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയറിൻ്റെ ലെങ്ത് ഓഫ് 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് √11 ആണ്. അപ്പോൾ നമുക്ക് ലെങ്ത് കിട്ടി. ഇനി നമ്മളിത് വരയ്ക്കുകയാണ്. ഈ പാഠത്തിൽ വരുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാം. ഇത് ഈ പാഠത്തിലുടനീളം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞത് റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിൾ ആണ്. അതായത് 90 ഡിഗ്രി വരുന്ന ഒരു ട്രയാങ്കിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിൾ. അപ്പോൾ ഈ ട്രയാങ്കിളിന് 3 ഭാഗങ്ങളുണ്ട്. ഇതാണ് 90 ഡിഗ്രി വരുന്ന ഈ ഒരു ആംഗിൾ. ഈ 90 ഡിഗ്രി കണക്ട് ചെയ്യുന്ന ഈ 2 സൈഡാണ്. അതിൽ ആദ്യത്തെ ഈ താഴത്തെ സൈഡ് ബേസ് എന്നും നേരെ കുത്തനെ നിൽക്കുന്ന ഈ ഒരു ഭാഗത്തെ നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് എന്നാണ് വിളിക്കുക. ഇനി ഈ ട്രയാങ്കിളിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് ചെരിഞ്ഞിരിക്കുന്ന ഈ ഭാഗം, ഹൈപ്പോട്ടന്യൂസ് എന്നറിയപ്പെടുന്നു. അപ്പോൾ ഈ 3 ഫാക്റ്റ് ചേർന്നിട്ടാണ് പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞൊരു തിയറം ഉണ്ടാക്കിയേക്കുന്നത്. ഈ പൈതഗോറസ് തിയറം എന്താണ് പറഞ്ഞത്? ഈ 3 സൈഡിൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. നമുക്ക് ഈ ചെരിഞ്ഞിരിക്കുന്ന ഭാഗം കിട്ടണമെങ്കിൽ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ചെയ്താൽ മതി. ഇനി ബേസ് സ്ക്വയർ കിട്ടണമെങ്കിലോ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഓൾട്ടിറ്റ്യൂഡ് കിട്ടുകയാണെങ്കിലോ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. അപ്പോൾ ഇതാണ് ആ ഒരു ഫോർമുല. ഇനി ഇവിടെ ഒന്നും കൂടി ചെറുതാക്കി സിംപ്ലിഫൈ ചെയ്ത് എഴുതുകയാണെങ്കിൽ നമുക്കറിയാം ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറഞ്ഞത് ബേസ് സ്ക്വയറും ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയറും ചേർന്നതാണ്. അപ്പോൾ സ്ക്വയർ മാറ്റി ഹൈപ്പോട്ടന്യൂസ് എന്ന് എഴുതാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈക്വലിൻ്റെ അപ്പുറത്തുള്ളതിന് റൂട്ട് ഇട്ട് കൊടുത്താൽ മതി. അതായത് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞത് റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. അതേപോലെ ബേസ് എന്ന് പറഞ്ഞത് റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇനി ഓൾട്ടിറ്റ്യൂഡ് എത്രയാണ്? ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. ഈ 3 ഫോർമുല കാണാപ്പാഠം പഠിച്ചിരിക്കണം. ഇത് ശരിക്കും ഒറ്റ രീതിയിൽ പഠിക്കാം. നമുക്ക് ഈ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറയുന്നത് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ ബേസ് സ്ക്വയർ കാണാൻ ഈ ഓൾട്ടിറ്റ്യൂഡിനെ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് എഴുതാം. ഇനി ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയറെ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനിവിടെ നിർത്തിയിട്ട് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയറിൻ്റെ അടുത്തേക്ക് ബേസ് സ്ക്വയറിനെ കൊണ്ടുവരുമ്പോൾ മൈനസ് ബേസ് സ്ക്വയറായി. അങ്ങനെ എഴുതുന്നവർക്ക് അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ഈ 3 ഫോർമുല കാണാപ്പാഠം പഠിച്ചിരിക്കണം. ഇനി അങ്ങോട്ടുള്ള എല്ലാ ക്വസ്റ്റിനും ആവശ്യമായ ഒരു ഫോർമുലയാണ് ഈ ഒരു ഫോർമുല. നമുക്ക് ഇവിടെ സ്ക്വയേഴ്സ് വരയ്ക്കാം. ആദ്യത്തെ സ്ക്വയറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് √7ഉം രണ്ടാമത്തെ സ്ക്വയറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് √11 നമ്മൾ കണ്ടുപിടിച്ചു. ഇനി √7ഉം √11ഉം ഉള്ള 2 സ്ക്വയേഴ്സ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടെ 3 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്താം. അതായത് നമ്മൾ സ്കെയിൽ വെച്ചിട്ട് സാധാരണ 3 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്താം. ഇനി ഇവിടെ നിന്ന് നേരെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. നമുക്ക് √7ൻ്റെ മെഷർമെൻറ്റ് അറിയില്ല, അതുകൊണ്ടാണ് നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കുന്നത്. 90 ഡിഗ്രി അടയാളപ്പെടുത്തിയിട്ട് ഇവിടുന്ന് നേരെ തന്നെ ഒരു പെർപെൻഡിക്കുലർ വരച്ചു. ഇനി നമ്മൾ സ്കെയിൽ 4 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്താം. മെഷർ ചെയ്യുക 4 സെൻറ്റിമീറ്റർ. അതായത് ഇവിടെ നിന്ന് 4 ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഒരു 4 സെൻറ്റിമീറ്റർ ആർക്ക് ഇവിടെ വരച്ചു കൊടുക്കും. അപ്പം നമ്മൾ ഈ ആർക്കും ഈ ലൈനും കൂടി ജോയിൻ ചെയ്യിക്കുമ്പോൾ ഈ ഒരു സംഭവമാണ് √7 എന്ന് പറയുന്നത്. ഇത് 3 ആണ്, ഇത് 4 ആണ്. അപ്പോൾ ഈ ഒരു റഫ് ട്രയാങ്കിളിൽ നിന്ന് നമ്മളിത് വരച്ചു. ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് √7 ലെങ്ത് ഉള്ള സ്ക്വയർ വരയ്ക്കാനാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇവിടുന്ന് നേരെ ഒരു ലൈൻ വരച്ചു കൊടുക്കും. എന്നിട്ട് ഈ √7ൻ്റെ മെഷർമെൻ്റ് ഉണ്ടല്ലോ, നമ്മൾ അളക്കുക. √7 നമ്മൾ കണ്ടുപിടിച്ചു ഇത്രയാണ്. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ആർക്ക് ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും ഒരു ആർക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇവിടുന്ന് വീണ്ടും ഒരു ആർക്ക് ഇട്ട് കൊടുത്തു. അപ്പം നമുക്ക് 2 പോയിൻ്റ് കിട്ടി അല്ലേ? ഈ 2 പോയിൻ്റ്, ആ 2 പോയിൻ്റ് തമ്മിൽ കണക്ട് ചെയ്യാം. ഇങ്ങനെ ഇങ്ങനെ
ഇതാണ് സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗവും √7 തന്നെയാണ്. ഈ √7ൻ്റെ മെഷർമെൻറ്റ് കിട്ടാനാണ് നമ്മളിങ്ങനെ റഫ് ഫിഗർ വരച്ചിട്ട് അതേപോലെ മെഷർമെൻറ്റ് എടുത്ത് വരച്ചത്. ഇതേപോലെ തന്നെയാണ് ഇവിടെ ആദ്യം തന്നെ അടിയിലത്തെ 5 സെൻറ്റിമീറ്റർ നമ്മൾ അടയാളപ്പെടുത്തി. സ്കെയിൽ വെച്ചിട്ട് 5 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തി. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് വീണ്ടും പെർപെൻഡിക്കുലറിൻ്റെ 90 ഡിഗ്രി മാർക്ക് ചെയ്തു. പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് മാർക്ക് ചെയ്തത്. എന്നിട്ട് നമ്മൾ ലൈൻ നീട്ടി അങ്ങോട്ട് വരച്ചു കൊടുത്തു. എന്നിട്ട് ഇവിടുന്ന് 6, ഈ 6 എങ്ങനെ അടയാളപ്പെടുത്തും? മെഷർ ചെയ്യും. ഇത് സാധാരണ പെൻസിൽ വെച്ചിട്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കളർ സ്കെച്ച് എടുത്തോന്നേ ഉള്ളൂ. ഇവിടുന്ന് 6 മെഷർ ചെയ്തിട്ട് നമ്മളിവിടെ ആർക്ക് വരച്ചു. അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് കിട്ടി. നമ്മൾ ഈ പോയിൻ്റ് ഇവിടെ ജോയിൻ ചെയ്യിച്ചു. അപ്പോൾ നമുക്കിവിടെ 6, 5, √11. അപ്പോൾ √11 മെഷർമെൻറ്റ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നിന്ന് വീണ്ടും ഒരു ലൈൻ ഇങ്ങനെ വരച്ച് ഈ √11 ഇവിടെ നിന്ന് മെഷർ ചെയ്യാം. ഇതാണ് √11. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ആർക്ക് കൊടുത്തു. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ആർക്ക് വരച്ചു. ഇനി ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് വീണ്ടും ഒരു ആർക്ക് വരച്ചു. അപ്പോൾ നമ്മൾ ഇവിടെയും കണക്ട് ചെയ്യുന്ന 2 പോയിൻറ്റ്സ് കിട്ടി. നമ്മളത് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് √11 സൈഡുള്ള സ്ക്വയർ കിട്ടും. ഇതാണ് ഈ ഒരു ഫിഗർ നമ്മൾ ഈ രീതിയിലാണ് വരയ്ക്കേണ്ടത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാക്സിമം നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യണേ.